ഹലോ ഗെയ്സ്, നിങ്ങളെല്ലാവരും കരോളല്ലേ കണ്ടിട്ടുള്ളൂ. കരോളിന് എങ്ങനെ റെഡിയാവുന്നതും അതിൻ്റെ ആ ഒരു തുടക്കം മുതലുള്ള എഫേർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇത്തവണ ഇത് ഞാൻ കാണിക്കുന്നത് കരോളിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കുട്ടികൾ റെഡിയാവുന്നതാണ് കേട്ടോ. സാധാരണ അമ്പലത്തിൽ താലപ്പൊലിയും വിളക്കിനൊക്കെ ഒരുങ്ങുന്നതും കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ കാണുന്നത്. കുട്ടികളൊക്കെ തയ്യാറെടുക്കുകയാണ് ക്രിസ്മസ് പപ്പയായിട്ടും. പിന്നെ കരോളിൻ്റെ ബാക്കി കുട്ടികളെല്ലാവരും റെഡി ആവുകയാണ്. അവരുടെ ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇതിപ്പോൾ പപ്പയാണ് കേട്ടോ. പപ്പയ്ക്ക് വയറ് വെച്ചപ്പോൾ ഒരു നാണക്കേട്, ഭയങ്കര ചമ്മൽ കേട്ടോ. എനിക്ക് ഇത്രയും വയറ് എന്നൊക്കെ പറഞ്ഞിട്ട് നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു, എനിക്ക് ഇത്രയും വയറില്ല, അതെല്ലാവർക്കും അറിയാം, പപ്പായ്ക്ക് ഇത്രയും വയറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം റെഡിയാക്കി എടുത്തു. കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഞങ്ങളിൽ 1-2 പേരൊക്കെ കൂടെ പോയി, കുട്ടികൾക്കൊപ്പം കൂടെ പോയി. കാര്യം ഒത്തിരി ദൂരം പോകുന്നേ അല്ലേ അവർ. അപ്പം ആരെങ്കിലും വലിയ ആൾക്കാർ ആരെങ്കിലും ഇല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് കൂടെ പോയി. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെല്ലായിടത്തും ഇറങ്ങി. തുടക്കം അവർ തന്നെ ഒരു പുൽക്കൂടുണ്ടാക്കി. അവിടെ നിന്ന് തന്നെയാണ് അവർ തുടങ്ങുന്നത്. എന്നിട്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങി. എല്ലാം കൂടെ അവർക്ക് 2500 രൂപയോ മറ്റോ കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഞങ്ങളെ കയ്യിൽ കൊണ്ട് തന്നു. അങ്ങനെ ഞങ്ങൾ തന്നെ ഒരു 2 കേക്കൊക്കെ വാങ്ങിച്ചു, വൈൻ വാങ്ങി. ആൽക്കഹോളൊന്നും ഇല്ലാത്ത വൈനാണ് കേട്ടോ വാങ്ങിയത്. കാര്യം കുട്ടികളൊക്കെ കുടിക്കുന്നില്ലേ. പക്ഷെ അവരാരും അത് കഴിച്ചില്ല. പിന്നെ എല്ലാവരും അവർ കൂടുതലും കേക്കാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ നാട്ടിലെല്ലാവരും കൂടെ ചേർന്ന് ഇത്തവണത്തെ ക്രിസ്മസ് അടിച്ച് പൊളിച്ചു കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ പണ്ടത്തെ കല്യാണത്തിനൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഓരോരുത്തരുടെ ഫേസ് ഇങ്ങനെ എടുത്ത് കാണിക്കും. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാതെയൊക്കെ കാണിക്കില്ലേ, ആ ഒരു വീഡിയോ പോലെ തോന്നി എനിക്ക്. അവർക്കൊക്കെ അതേപോലെ തന്നെയായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ചേർന്നിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ഒരു രസമെന്ന്. അപ്പോൾ ഒരിക്കൽ കൂടി വിഷ് ചെയ്യണേ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.